ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പോൾ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയം പറയുന്നത് ഒക്ടോബർ 7 ശേഷം പല ഘട്ടങ്ങളിലായി ഗസയ്ക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പല സൈനികരും കൊല്ലപ്പെടുകയോ ഈ ഹമാസ് പിടികൂടുകയോ ചെയ്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റ് പറയണം എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായിരിക്കുന്ന ഒരു കണക്കില്ലാത്ത രീതിയിൽ ഈ വിവരങ്ങൾ എങ്ങനെയാണ് പറയുക എന്ന് ഖത്തർ ചോദിച്ചതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു. നിലവിൽ അവരുടെ ഒക്ടോബർ 7 ആക്രമണത്തോടനുബന്ധിച്ച് 1200ഓളം ഇസ്രായേലുകൾ കൊല്ലപ്പെടുന്നു. 250ഓളം ആളുകൾ ബന്ദികളാക്കി കൊണ്ടുപോകുന്നു. ആ ബന്ദികളിൽ ഇപ്പോൾ 52 പേരാണ് ശേഷിക്കുന്നത്. അത് 20 പേർ ജീവനോടുള്ളവരും മറ്റുള്ളവർ മരണപ്പെട്ടവരുമാണ്. അവരുടെ മരണപ്പെട്ടവരുടെ ബോഡിയും അല്ലാത്തവരെ ജീവനോടെ രക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളുമാണ് നടക്കുന്നത്. എന്നാൽ ഈ ചർച്ചകളെല്ലാം ഉത്തരം മുട്ടിപ്പോകുന്നതിന് പ്രധാനമായിരിക്കുന്ന കാരണം അതിനുശേഷം നടന്നിരിക്കുന്ന പല ഇടപെടലുകളിലും ഇസ്രായേലിന് സൈന്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്, അവർ തിരിച്ചു വന്നിട്ടില്ല. പല ഘട്ടങ്ങളിലും അവരുടെ ബന്ധുക്കൾ ചോദിക്കുന്നതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒന്നുകിൽ പരിക്കേറ്റവരാണെങ്കിൽ അത് തിരിച്ചു വരും, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹം തിരിച്ചു കിട്ടും. അതല്ലാത്ത രീതി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രമല്ല അത് മറ്റുള്ളവർ നിഷേധിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് തെളിയിക്കാനും സാധിക്കാത്ത വല്ലാത്തൊരു പ്രതിസന്ധി ഇപ്പോൾ ഇസ്രായേലിന് നിലനിൽക്കുകയാണ്.